അടുത്ത ഡിസീസാണ് അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്കാണ് ക്യാൻസർ. എന്താണ് ക്യാൻസർ? നമ്മൾ ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡിസീസാണ് ഇപ്പോൾ ക്യാൻസർ. പണ്ടൊക്കെ വളരെ റെയറായിട്ട് കാണപ്പെടുന്ന ഒരു ഡിസീസാണെങ്കിലും ഹെൽത്ത് പ്രോബ്ലം ആണെങ്കിലും ഇപ്പോൾ ഈ ക്യാൻസർ എന്ന് പറഞ്ഞത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് എവിടെ നോക്കിയാലും ഒരു ക്യാൻസർ പേഷ്യൻറ്റിലെ ഏതൊരു ഏരിയയിലും കാണാൻ പറ്റുന്നത്. അത്രയും ഒരു സാധാരണ അസുഖം പോലെ ഈ ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു രോഗം നമ്മുടെ ജനതയെ ഒരുപാട് കീഴടക്കിയിട്ടുണ്ട്. അത്രമാത്രം ആളുകൾ ഇപ്പോൾ ക്യാൻസർ കാരണം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സോ മോർ ദാൻ മില്യൺ അത്രയധികം ആളുകൾ ക്യാൻസർ മൂലം മരിക്കുന്നുണ്ട്. സോ ക്യാൻസർ എന്ന് പറയുന്നത് എന്താണ്? അൺകൺട്രോളബിളായിട്ട് നമ്മുടെ ബോഡിയിൽ ചില ടിഷ്യൂസ് ഗ്രോ ചെയ്യുമ്പോൾ നോർമൽ ആവണേക്കാളും കൂടുതൽ നോർമലിന് പകരമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ നമ്മുടെ ബോഡിയിലെ ചില ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗൻസ് അത് ഗ്രോ ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ക്യാൻസർ എന്ന് പറയാം. സോ നമ്മുടെ ബോഡിയിൽ ഇൻ അവർ ബോഡി സെൽ ഗ്രോത്ത് ആൻഡ് ഡിഫറൻഷിയേഷൻ, നമ്മുടെ ബോഡിയിൽ ഒരു സെൽ സൈക്കിൾ ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് എങ്ങനെയാണ് ആ സെൽ സൈക്കിളും സെൽ ഡിവിഷനും നടക്കുന്നത്. സോ നമ്മുടെ ബോഡിയിൽ ഒരു നോർമൽ സെല്ല് ഗ്രോ ചെയ്യുന്നു, അതുപോലെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ സെല്ലുകളും ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് അത് വളരുന്നു, അത് കഴിഞ്ഞിട്ട് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ സെൽ ഗ്രോത്തും സെൽ ഡിഫറൻഷിയേഷനും നമ്മുടെ ബോഡിയിൽ നടക്കുന്നത് ഹൈലി കൺട്രോൾഡ് ആണ്. നല്ല കൺട്രോൾഡ് ആൻഡ് റെഗുലേറ്റഡ് മെക്കാനിസം വഴിയാണ്. അതിന് ഒരു പ്രോപ്പർട്ടിയോടുകൂടി മാത്രമാണ് നമ്മുടെ ബോഡിയിൽ ഓരോ സെല്ലും ഡിവൈഡ് ചെയ്ത് ഗ്രോ ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അതൊരു റെഗുലേറ്ററി മെക്കാനിസത്തിലൂടെയാണ് നമ്മുടെ ബോഡിയിൽ സെൽ ഡിവിഷൻ അല്ലെങ്കിൽ സെൽ സൈക്കിൾ നടക്കുന്നത്. ആ സെൽ ഡിവിഷൻ ആൻഡ് സെൽ സൈക്കിളിലാണ് സെൽ ഗ്രോത്തും ഡിഫറൻഷിയേഷനും. നമ്മുടെ ബോഡിയിൽ സെല്ലിൻ്റെ ഗ്രോത്തും ഡിഫറൻഷിയേഷനും നടക്കുന്നത് ഹൈലി കൺട്രോൾഡ് ആണ്. എന്നാൽ ക്യാൻസറസ് ആയിട്ടുള്ള സെല്ലുകളിൽ, സാധാരണ സെല്ലുകളിൽ ആ ഗ്രോത്തും ഓരോ കോശങ്ങൾ ഗ്രോ ചെയ്യുന്നതും അതുപോലെ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതും കൺട്രോൾഡ് ആയിട്ടാണ്. എന്നാൽ ക്യാൻസറസ് സെല്ലുകളിൽ, ഒരു ക്യാൻസർ ബാധിച്ച ആളുടെ ശരീരത്തിലെ ആ സെല്ലുകൾ എങ്ങനെയാണ്? അവിടെ ഈ ബ്രേക്ക് ഡൗൺ മെക്കാനിസം, ഈ പറഞ്ഞ റെഗുലേറ്ററി മെക്കാനിസം തകരാറിലാവുകയാണ്. എങ്ങനെ കൺട്രോൾഡ് ആയിട്ടാണ് സെൽ ഗ്രോത്തും ഡിഫറൻഷിയേഷനും നടക്കുന്നത്, അത് തകരാറിലാവുകയാണ് ക്യാൻസർ സെല്ലുകളിൽ നടക്കുന്നത്. സോ ക്യാൻസർ സെല്ലുകളിൽ ബ്രേക്ക് ഡൗൺ ഓഫ് ദിസ് റെഗുലേറ്ററി മെക്കാനിസം, എങ്ങനെയാണോ സെൽ ഗ്രോത്തും സെൽ ഡിഫറൻഷിയേഷനും നടക്കുന്നത്, ആ നോർമൽ മെക്കാനിസം തകരാറിലായി അൺകൺട്രോളബിളായിട്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ സെല്ലുകൾ ഗ്രോ ചെയ്യുന്നതാണ് ക്യാൻസർ സെല്ലിൻ്റെ പ്രോബ്ലം. സോ നോർമൽ സെല്ലിൽ എന്തുകൊണ്ട് ഇങ്ങനെ കൺട്രോൾഡായിട്ട് സെല്ല് ഗ്രോ ചെയ്യുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു? എന്തുകൊണ്ടാണ് ക്യാൻസർ സെല്ലിൽ ഇത് അൺകൺട്രോളബിളായിട്ട് ഗ്രോ ചെയ്യുന്നത്? സോ അതിന് അറിയണമെങ്കിൽ നമുക്കൊരു മെക്കാനിസം പറയണം. നോർമൽ സെല്ലിൽ എന്താണ് സംഭവിക്കുന്നത്? നോർമൽ സെല്ലിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. നമ്മുടെ ബോഡിയിൽ സാധാരണ സെല്ലുകളുടെ ഒരു പ്രോപ്പർട്ടിയാണ് അത് സെല്ല് ഗ്രോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള സെല്ലുമായിട്ട് അതിന് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് ആ സെൽ ഡിവിഷൻ അല്ലെങ്കിൽ ആ ഗ്രോത്ത് എന്നത് സ്റ്റോപ്പ് ആവും. സോ ഡിവൈഡ് ചെയ്ത് ഗ്രോ ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ, അത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, ആ ഡിവിഷൻ്റെ ഭാഗമായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നെക്സ്റ്റ് സെല്ലുമായിട്ട് ഒരു ടച്ച്, ഒരു കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. പിന്നെ അതിന് മേലെ അത് വളരില്ല. പക്ഷേ അതാണ് നോർമൽ സെല്ലിൻ്റെ പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടീനെ വിളിക്കുന്ന പേരാണ് നോർമൽ സെൽ ഹാവ് ദ പ്രോപ്പർട്ടി കോണ്ടാക്റ്റ് ഇൻഹിബിഷൻ. ഗ്രോ ചെയ്ത് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ അടുത്ത സെല്ലുമായിട്ടൊരു കോണ്ടാക്റ്റ് വരുമ്പോൾ അതിൻ്റെ ഗ്രോത്ത് ഇൻഹിബിറ്റഡ് ആവുന്നു, സ്റ്റോപ്പ് ആവുന്നു. സോ സാധാരണഗതിയിൽ നോർമൽ സെല്ലുകളിൽ എന്താ സംഭവിക്കുന്നത്? അത് ഡിവൈഡ് ചെയ്ത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്തുള്ള സെല്ലുമായിട്ടൊരു കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഗ്രോത്ത് നടക്കില്ല, അതവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. സോ അതിന് മനസ്സിലാവണം ഇവിടെ വരെ മതി, ഇത്ര പോയിൻ്റ് വരെ മതി എന്ന് തിരിച്ചറിയാണ്. സോ ആ എബിലിറ്റിയാണ് ഒരു സെല്ലിൻ്റെ കോണ്ടാക്റ്റ് ഇൻഹിബിഷൻ. ആ കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ സെൽ ഗ്രോത്ത് നിർത്തിവെക്കണം, അല്ലെങ്കിൽ ഡിവിഷൻ നിർത്തിവെക്കണം, ഗ്രോത്ത് നിർത്തിവെക്കണം എന്ന് അതിന് തന്നെ തിരിച്ചറിയുന്ന ഒരു എബിലിറ്റിയാണ് കോണ്ടാക്റ്റ് ഇൻഹിബിഷൻ. അതായത് ഇൻഹിബിറ്റ് അൺകൺട്രോളബിൾ ഗ്രോത്ത്. ഈ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട്, കോണ്ടാക്റ്റ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ഈ സെല്ല് ആ ഒരു മറ്റൊരു സെല്ലുമായിട്ട് അടുത്തെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രോത്ത് നിർത്തുന്നു. അതുകൊണ്ട് തന്നെ അൺകൺട്രോളബിളായിട്ട് നിയന്ത്രിക്കാനാവാത്ത വിധം ഈ സെല്ലുകൾ ഗ്രോ ചെയ്യുകയില്ല. എങ്ങനെ? ഒരു നോർമൽ സെല്ലിൽ. സോ നോർമൽ സെല്ലിൻ്റെ ഈ പ്രോപ്പർട്ടി, ഏത് പ്രോപ്പർട്ടിയാണ്? കോണ്ടാക്റ്റ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കാരണം
ഒരു സെല്ലുമായിട്ട് എപ്പോഴെങ്കിലും അത് ഡിവൈഡ് ചെയ്ത് ഗ്രോ ചെയ്ത് അതിൻ്റെ സെല്ലുമായിട്ട് അടുത്തെത്തിക്കഴിഞ്ഞാൽ അതിനൊരു കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ആവുന്നു. അത് പിന്നീട് ഡിവൈഡ് ചെയ്യുകയോ ഗ്രോ ചെയ്യുകയോ ചെയ്യുകയില്ല. ആ പ്രോപ്പർട്ടി കാരണം ഒരിക്കലും എന്ത് സംഭവിക്കില്ല, അൺകൺട്രോളബിളായിട്ട് സെല്ലുകൾ വളരുകയില്ല. നിയന്ത്രിക്കാനാവാത്ത തരത്തിൽ സെല്ലുകളുടെ വളർച്ച ഉണ്ടാവില്ല. എന്നാൽ ഒരു ക്യാൻസർ സെല്ലിൽ ഈ പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നു. ഒരു ക്യാൻസർ സെല്ലുകളിൽ ഈ കോണ്ടാക്റ്റ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നു. ലോസ്റ്റ് ദിസ് പ്രോപ്പർട്ടി. എന്നിട്ട് എന്തായി മാറുന്നു? ക്യാൻസർ സെല്ലുകൾ ഈ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടതുകൊണ്ട് ദേ കണ്ടിന്യൂ ടു ഡിവൈഡ്. മറ്റൊരു സെല്ലുമായിട്ട് കോണ്ടാക്റ്റ് വന്നാലും അതിന് ഈ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടതുകൊണ്ട് ഇത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഈ കോണ്ടാക്റ്റ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടതുകൊണ്ട് അടുത്ത സെല്ലുമായിട്ട് ടച്ച് വന്നു, കോണ്ടാക്റ്റ് വന്നു എന്ന് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് അവർ കണ്ടിന്യൂ ടു ഡിവൈഡ്, വീണ്ടും വീണ്ടും ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് എന്തായി മാറുന്നു? മാസസ് ഓഫ് സെൽ, ഒരുപാട് വലിയ മാസസ് ഓഫ് സെൽസുകളായിട്ട് മാറുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ട്യൂമർ. സോ അൺകൺട്രോളബിളായിട്ട് ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ക്യാൻസർ സെല്ലുകളിൽ. സോ ക്യാൻസർ സെല്ലുകളിൽ കോണ്ടാക്റ്റ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നത് കൊണ്ട് മറ്റൊരു സെല്ലുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നാലും അതിന് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് അത് വീണ്ടും ഡിവൈഡ് ചെയ്ത് ഗ്രോ ചെയ്തുകൊണ്ടേയിരുന്നത് വലിയ പ്രോലിഫറേറ്റ് ചെയ്ത് മാസസ് ഓഫ് സെൽ, വലിയ ഒരു മുഴ പോലത്തെ സെല്ലുകൾ, ഒരു ബൾക്ക് ഓഫ് സെല്ലുകളായിട്ട് മാറുന്നു. അതിൻ്റെ ഒരു വലിപ്പം തന്നെ വലുതാണ്. അതാണ് നമ്മൾ മുഴ എന്ന് വിളിക്കുന്നത്. സോ മാസസ് ഓഫ് സെൽസുകളെയാണ് നമ്മൾ പറയുന്നത് ട്യൂമർ. ട്യൂമർ എന്ന് പറഞ്ഞാൽ ഒരു മുഴ എന്നാണ് അർത്ഥം. സോ ആ ട്യൂമറുകൾ 2 തരത്തിലുള്ള ട്യൂമറുകളുണ്ട്. ഒന്നാമത്തേതാണ് ബിനൈൻ ട്യൂമർ, രണ്ടാമത്തേതാണ് മെലിഗ്നൻറ്റ് ട്യൂമർ. ബിനൈൻ ട്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ലൊക്കേഷനിലാണോ ഈ ട്യൂമർ ഒറിജിനേറ്റ് ചെയ്തത് അവിടെ തന്നെ നിൽക്കും. അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്കും അത് സ്പ്രെഡ് ചെയ്യുന്നതില്ല. അതുകൊണ്ട് തന്നെ വളരെ കുറവ് ഡാമേജ് മാത്രമേ ആ പെർട്ടിക്കുലർ സ്ഥലത്ത് ഉണ്ടാവുള്ളൂ. സോ ബിനൈൻ ട്യൂമർ എന്ന് പറഞ്ഞാൽ റിമെയിൻ ടു ദ ഒറിജിനൽ ലൊക്കേഷൻ, എവിടെയാണോ ഉണ്ടായത് അവിടെ തന്നെ ഇരിക്കും. ഡു നോട്ട് സ്പ്രെഡ്, അവിടെ നിന്ന് സ്പ്രെഡ് ചെയ്യുകയില്ല. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ലിറ്റിൽ ഡാമേജ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സോ വളരെ ചെറിയ തരത്തിലുള്ള ഡാമേജും അതുപോലെ അവിടെ നിന്ന് സ്പ്രെഡ് ചെയ്യാത്തത് കൊണ്ടും സ്റ്റാർട്ടിങ് ഉള്ളതുകൊണ്ടും നമ്മളതിനെ ബിനൈൻ ട്യൂമർ എന്ന് പറയുന്നു. രണ്ടാമത്തേതാണ് മെലിഗ്നൻറ്റ് ട്യൂമർ. മെലിഗ്നൻറ്റ് ട്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ ഉണ്ടായത് അവിടെ ഈ സെല്ലുകൾ പ്രോലിഫറേറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് അത് അവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. അങ്ങനത്തെയാണ് നമ്മൾ പറയുന്നത് മെലിഗ്നൻറ്റ് ട്യൂമർ. സോ മെലിഗ്നൻറ്റ് ട്യൂമർ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് പ്രോലിഫറേറ്റിംഗ് സെൽസ്. മെലിഗ്നൻറ്റ് ട്യൂമർ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താ? ഒരുപാട് സെല്ലുകൾ ഇങ്ങനെ പ്രോലിഫറേറ്റ് ചെയ്ത് ഒരു മാസ് ഓഫ് സെൽസ് ആയിട്ട് മാറുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് നിയോപ്ലാസ്റ്റിക് ആൻഡ് ട്യൂമർ ഓർ ട്യൂമർ സെൽ. മറ്റു സ്ഥലങ്ങളിലേക്ക് ഈ ട്യൂമർ സ്പ്രെഡ് ചെയ്യും. അപ്പോഴാണ് നമ്മൾ പറയുന്നത് മാസ് ഓഫ് പ്രോലിഫറേറ്റ് ചെയ്ത് മാസ് ഓഫ് സെൽസുകളായിട്ട് മാറുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ട്യൂമറുകൾ വളരെ പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്യുന്നു. ദേ ഗ്രോ റാപ്പിഡ്ലി ആൻഡ് ഇൻവേഡ് ആൻഡ് ഡാമേജ് സറൗണ്ടിങ് നോർമൽ ടിഷ്യൂ. വളരെ പെട്ടെന്ന് അത് ഗ്രോ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും അടുത്തുള്ള നോർമലായിട്ടുള്ള ടിഷ്യൂസിനെയും കൂടി അത് ഡാമേജ് ചെയ്യുകയും ചെയ്യുന്നു. സോ നോർമലായിട്ട് ഇൻഫെക്റ്റഡ് ആവാത്ത ആ സെല്ലുകൾ കൂടി ഇത് ഡാമേജ് ചെയ്യുന്നു. സോ ആക്റ്റീവ്ലി ഡിവൈഡ് ആൻഡ് ഗ്രോ ആൻഡ് സ്റ്റാർവ് നോർമൽ സെൽസ്. സോ തൊട്ടടുത്തുള്ള നോർമൽ സെല്ലുകൾക്ക് കിട്ടേണ്ട ആ ന്യൂട്രീഷൻ അല്ലെങ്കിൽ വൈറ്റൽ ന്യൂട്രീഷൻ കൂടി ഈ ക്യാൻസറസ് ആയിട്ടുള്ള ഈ മാലിഗ്നൻറ്റ് ട്യൂമർ സെല്ലുകൾ എടുക്കുന്നു. സോ മാലിഗ്നൻറ്റ് ട്യൂമർ സെല്ലുകൾ എന്താണ് ചെയ്യുന്നത്? അവർ പെട്ടെന്ന് റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യുന്നു, റാപ്പിഡായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് അടുത്തുള്ള നോർമൽ ടിഷ്യൂസിനെ അത് ഡാമേജ് ചെയ്ത് അവിടെയുള്ള നോർമൽ സെല്ലുകൾക്ക് വേണ്ട വൈറ്റൽ ന്യൂട്രിയൻസ് മുഴുവൻ അവർ എടുത്ത് ആ നോർമൽ സെല്ലുകളും ഇവരും തമ്മിലൊരു കോമ്പറ്റീഷൻ നടക്കുന്നു. സോ നോർമൽ സെല്ലുകൾക്ക് ആവശ്യമുള്ള വൈറ്റൽ ന്യൂട്രിയൻസ് കിട്ടുകയുമില്ല. ഈ പറഞ്ഞ മെലിഗ്നൻറ്റ് ട്യൂമറുള്ള അങ്ങനത്തെ സെല്ലുകൾക്ക് ആ ന്യൂട്രിയൻസ് മുഴുവൻ എടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ആ സെല്ലുകൾ അവിടെ നിന്ന് സ്ലഫ് ചെയ്ത് മറ്റ് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, ഏറ്റവും ദൂരത്തുള്ള അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് അത് റീച്ച് ചെയ്യുന്നു. ബ്ലഡിലൂടെ ഈ പറഞ്ഞ ലൊക്കേഷനിൽ നിന്ന് മറ്റ് ആദ്യം സറൗണ്ടിങ് നോർമൽ സെല്ലിലേക്ക് എത്തുന്നു. ആ നോർമൽ സെല്ലുകളിൽ നിന്ന് വീണ്ടും അത് പ്രോലിഫറേറ്റ് ചെയ്ത് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള വളരെ ദൂരത്ത് കിടക്കുന്ന സെല്ലുകളിലേക്ക് അല്ലെങ്കിൽ ടിഷ്യൂസിലേക്കൊക്കെ ബ്ലഡ് വഴി എത്തുന്നു. എന്നിട്ട് ഏത് ടിഷ്യൂ ഓർഗനിലേക്കാണ് എത്തുന്നത് അത് അവിടെ ലോഡ്ജ് ആവുന്നു. അവിടെ നിന്ന് അവിടെ വീണ്ടും ഒരു പുതിയ ട്യൂമർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ അല്ലെങ്കിൽ ഓർഗനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് അത് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനിലേക്ക് അത് മൂവ് ചെയ്ത് ബ്ലഡിലൂടെ മൂവ് ചെയ്ത് അവിടെയും അത് പ്രോലിഫറേറ്റ് ചെയ്ത് അവിടെ ഒരു പുതിയ ട്യൂമർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇങ്ങനത്തെ പ്രോപ്പർട്ടീനെ വിളിക്കുന്ന പേരാണ് മെറ്റാസ്റ്റാസിസ്.
അതായത് ഒരു സ്ഥലത്ത് നിന്ന് സ്പ്രെഡ് ചെയ്ത് മറ്റ് ഡിസ്റ്റൻറ്റ് പ്ലേസുകളിലേക്ക് പോയി അവിടെയും ട്യൂമർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ പ്രോപ്പർട്ടിയാണ് മെറ്റാസ്റ്റാസിസ്. ഈ മെലിഗ്നൻറ്റ് ട്യൂമറിൻ്റെ ഏറ്റവും ഫിയേർഡ് ആയിട്ടുള്ള പേടിപ്പെടുത്തുന്ന ഒരു പ്രോപ്പർട്ടിയാണ് മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അപകടകാരിയായ ഒരു ക്യാൻസറസ് എന്ന് പറയുന്നത് ഇതാണ് മെലിഗ്നൻറ്റ് ട്യൂമേഴ്സാണ്. സോ എവിടെ നിന്ന് ലൊക്കേഷൻ ഏത് ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗനിലാണോ ഇത് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് അത് സ്പ്രെഡ് ചെയ്ത് പ്രൊലിഫറേറ്റ് ചെയ്ത് അതിൻ്റെ സറൗണ്ടിങ് നോർമൽ ടിഷ്യൂസിനെ അത് എഫക്റ്റ് ചെയ്യുന്നു. ആ നോർമൽ ടിഷ്യൂസുമായിട്ട് കോമ്പറ്റ് ചെയ്ത് അവിടുത്തെ വൈറ്റൽ ന്യൂട്രിയൻസൊക്കെ അവരെടുക്കുന്നു. അതിനുശേഷം അത് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരുപാട് ദൂരെയുള്ള സെല്ലുകളിലേക്കും ടിഷ്യൂക്കും പോയി അവിടെയും പ്രൊലിഫറേറ്റ് ചെയ്ത് അതെന്ത് മാറുന്നു, അത് അവിടെ ഒരു ട്യൂമർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ പ്രോപ്പർട്ടീനെ വിളിക്കുന്ന പേരാണ് മെറ്റാസ്റ്റാസിസ്.